ഹലോ, RRB ഗ്രൂപ്പ് ഡിയുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഫയൽ ചെയ്യുമ്പം ചിലർക്കെങ്കിലും ആധാർ OTP നിങ്ങൾക്ക് വരുന്നില്ല, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേരുടെ കമൻറ്റുകളും ഒരുപാട് കോളുകളും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പല സ്റ്റെപ്പുകളിലും പല ആൾക്കാരും സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇതിന് ചെയ്യാൻ പറ്റുന്നതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ പറഞ്ഞോട്ടെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. കാരണം ആധാർ OTP അവരുടെ ഫോണിലേക്ക് വരാതിരിക്കുന്നതും അതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റാതിരിക്കുന്നതും മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർവർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ തന്നെയാണ്. റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ആപ്ലിക്കൻസ് ആണ് ഈ പരീക്ഷകൾക്കൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഒരുപാട് ആളുകളുടെ നമ്പേഴ്സ് കൂടുമ്പം സെർവർ ബിസി ആവുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത്. പിന്നെ ഞങ്ങൾ അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം മാത്രം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മറ്റൊരു സമയത്ത് നോക്കുക. അപ്പോൾ ഇന്ന് രാവിലെയൊക്കെ അപ്ലൈ ചെയ്ത ചില സ്റ്റുഡൻസ് വിളിച്ചു പറഞ്ഞു അവർക്ക് ആധാർ OTP വന്നിട്ടുണ്ടായിരുന്നു, രാവിലെ ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് വന്നായിരുന്നു. അപ്പോൾ അതിനുശേഷം അവർ മറ്റൊരു സ്റ്റേജിൽ സ്റ്റക്കാണെന്ന് പറഞ്ഞു. അതായത് അവർക്ക് സിഗ്നേച്ചറും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫൊക്കെ അപ്ലോഡ് ചെയ്യുന്ന പേജിൽ അവർ സ്റ്റക്കാണ്, വീണ്ടും പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയട്ടെ, ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമല്ല ഉള്ളത്, ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് നോക്കുക എന്നൊരു കാര്യം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം റെയിൽവേ ആക്ച്വലി ഇത്രയും വലിയൊരു ആപ്ലിക്കൻസ് അപ്ലൈ ചെയ്യുമെന്ന് കരുതുന്ന പരീക്ഷയ്ക്ക് അതിന് വേണ്ട സൗകര്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു അപ്ഡേറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതായത് സെർവർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഒന്നുകിൽ സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് വേണ്ടി ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നിങ്ങളെല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇങ്ങനൊരു വിഷയം നിങ്ങൾ ഒരിക്കൽ അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്ത സമയത്ത് ഫേസ് ചെയ്തെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് മറ്റു സമയത്ത് നോക്കുക. ഇന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് കുറച്ചൊക്കെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റി, കുറേ ആൾക്കാർക്കെങ്കിലും ഇന്നത്തെ ദിവസം ട്രൈ ചെയ്ത ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഇത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് കാണിക്കാനുള്ളത്, ഇത് നിങ്ങൾ ചിലരെങ്കിലും ഈ ഒരു നോട്ടീസ് കണ്ടിട്ടുണ്ടാകും. മിനിസ്ട്രി ഓഫ് റെയിൽവേസ് രാജ്യസഭയിൽ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്ന ഒരു നോട്ടീസാണ്. അപ്പോൾ എന്താണ് ഇത് കാണിക്കാൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റെയിൽവേയുടെ റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നത്, എന്തുമാത്രം ആൾക്കാർ പരീക്ഷ എഴുതുന്നുണ്ട്, എന്തുമാത്രം വേക്കൻസീസ് ഫില്ല് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കുമ്പോഴും, മാത്രമല്ല 2024 റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു, 25 വീണ്ടും പരീക്ഷകൾ വിളിക്കുമോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരമാണ് ഒരുപക്ഷെ ഈ ഒരു നോട്ടിഫീസായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. കുറച്ചുകൂടി ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. കാരണം നമ്മുടെ രാജ്യസഭയിൽ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യനും ആ ക്വസ്റ്റ്യൻ്റെ ആൻസറുമാണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. റെയിൽവേ മിനിസ്റ്ററോട് ചോദിച്ച ചോദ്യങ്ങളാണ്. അതായത് ദ നമ്പർ ഓഫ് റിട്ടയർഡ് എംപ്ലോയീസ് ഹു ഹാവ് ബീൻ റീഎൻഗേജ്ഡ് ബൈ ദ റെയിൽവേസ് ഇൻ ദ ലാസ്റ്റ് 3 years. അതായത് ലാസ്റ്റ് 3 വർഷമായിട്ട് റെയിൽവേയിൽ നിന്ന് റിട്ടയർ ആയ കുറേ ആൾക്കാരെ തന്നെ വീണ്ടും പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു സിസ്റ്റം റൺ ചെയ്യാൻ വേണ്ടി ഒരുപാട് എംപ്ലോയീസ് ആവശ്യമാണ്. അപ്പം വേണ്ടുന്ന നമ്പർ ഓഫ് എംപ്ലോയീസ് ഇല്ലാതിരുന്നൊരു സമയമായിരുന്നു കഴിഞ്ഞ 3 വർഷം. നിങ്ങൾക്കറിയാം, റിക്രൂട്ട്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കണം, വളരെ പെട്ടെന്ന് നടക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് പ്രോസസ്സുകൾ ഇപ്പം നടക്കുന്നുണ്ട്. അപ്പം ഒരുപാട് പോസ്റ്റുകൾ ഫില്ല് ചെയ്യാനുണ്ട്. എന്നിരുന്നാൽ കൂടി ലാസ്റ്റ് 3-4 വർഷമായിട്ട് റിക്രൂട്ട്മെൻറ്റ് നടന്നില്ല. അപ്പോൾ ആ ഒരു സിസ്റ്റം റൺ ചെയ്യാൻ വേണ്ടി റിട്ടയേർഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡേറ്റയാണ് ഒരു ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തത്, നമ്പർ ഓഫ് വേക്കൻറ്റ് പോസ്റ്റ് റിമെയിൻ അൺഫിൽഡ് ബൈ ന്യൂ റിക്രൂട്ട്സ് ഡ്യൂറിങ് ദ സെയിം പീരീഡ്. ഈ സമയത്ത് അതായത് പുതിയ ആൾക്കാരെ വെച്ച് ഫില്ല് ചെയ്യാനും അത് അൺഫിൽഡ് ആയിട്ട് നിരുന്നതുമായിട്ടുള്ള എത്ര എംപ്ലോയീസ് ആണ്, എത്ര വേക്കൻറ്റ് പോസ്റ്റ് ആണെന്ന് ചോദിച്ചു. അടുത്ത, ക്രൈറ്റീരിയ യൂസ് ടു ഡിറ്റർമൈൻ ദ നെസസിറ്റി ഓഫ് റീ എൻഗേജിങ് റിട്ടയേർഡ് സ്റ്റാഫ് ഇൻസ്റ്റെഡ് ഓഫ് ഹയറിംഗ് ക്വാളിഫൈഡ് യങ് കാൻഡിഡേറ്റ്സ്. അതായത് റിട്ടയേർഡ് ആൾക്കാരെ വെച്ച് ഇത് റൺ ചെയ്യുന്നതിന് പകരം പുതിയതായിട്ടുള്ള യങ് ജനറേഷൻ, യങ് കാൻഡിഡേറ്റ്സിനെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തുന്നില്ല എന്നൊരു ചോദ്യം കൂടിയാണ് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് കാണുന്നത്. അതിൻ്റെ ആൻസർ നമുക്ക് കാണാം. ശ്രീ അശ്വിനി വൈഷ്ണവ്, നമ്മുടെ റെയിൽവേ മിനിസ്റ്ററാണ് ഇതിനകത്തുള്ള ആൻസർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞ 1-2 കാര്യങ്ങൾ, അതായത് ഇതുവരെ നടക്കുന്ന പ്രോസസ്സുകളെ പറ്റിയാണ് പറഞ്ഞത്. റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. റെയിൽവേയിൽ നടക്കുന്ന റിക്രൂട്ട്മെൻറ്റ് വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത്, ആഫ്റ്റർ ഈസിങ് ഓഫ് റെസ്ട്രിക്ഷൻ ഇമ്പോസ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് COVID-19, 2 മേജർ എക്സാമിനേഷൻ ഇൻവോൾവിംഗ് മോർ ദാൻ 2.37 crore കാൻഡിഡേറ്റ്സ്, 2,37,00,000 കാൻഡിഡേറ്റ്സിനെ വെച്ചിട്ട് എക്സാം 2020-നും 2022-നും ഇടയ്ക്ക് കണ്ടക്ട് ചെയ്ത കാര്യമാണ് പറഞ്ഞത്. അതിൽ മേജറായിട്ട് നമ്മുടെ NTPC പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നു. NTPC 2019, അത് നടന്നത് 2022 സമയങ്ങളിലാണ്. അപ്പോൾ അതിൻ്റെ കാര്യമാണ് പറയുന്നത്. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് എഴുതിയ കാൻഡിഡേറ്റ്സ്, ഒരു എക്സാം കണ്ടക്ട് ചെയ്തത് 1,26,00,000, മറ്റൊരു എക്സാം 1,10,00,000 എന്ന രീതിയിൽ ഇത്രയും എക്സാംസ് കണ്ടക്ട് ചെയ്തു എന്ന കാര്യം പറയുന്നു. അതിനകത്ത് നിന്ന് തന്നെ
റിക്രൂട്ട്മെൻറ്റ് നടന്ന കാര്യം ഇവിടെ പറയുന്നുണ്ട്. 2004-2014 വർഷത്തിൽ ആ 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് 4,11,000 ആൾക്കാരെ റിക്രൂട്ട് ചെയ്തു. പിന്നീട് 2014 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 5,02,000 ആൾക്കാരെയാണ് റിക്രൂട്ട് ചെയ്തത്. അതൊരു ഡേറ്റ അവർ തന്നിരിക്കുന്നതാണ്. ഇനിയും വീണ്ടും പറയുന്നൊരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് ആസ് എ സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് സിസ്റ്റം ഓഫ് പബ്ലിഷിംഗ് ദ ആനുവൽ കലണ്ടർ. അതായത് ആനുവൽ കലണ്ടറിൻ്റെ ബേസിൽ ഓരോ വർഷവും നടത്തുന്ന റിക്രൂട്ട്മെൻറ്റിൻ്റെ കലണ്ടർ പബ്ലിഷ് ചെയ്തുകൊണ്ട് വർഷവും റിക്രൂട്ട്മെൻറ്റ് വരുന്നൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയുന്നു. ഫോർ ദ ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട് ആനുവൽ കലണ്ടർ ഇഷ്യൂ ചെയ്തു. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ആനുവൽ കലണ്ടർ വിൽ ബെനിഫിറ്റ് ദ ആസ്പിരൻസ് ഇൻ ദ ഫോളോയിങ് മാനർ. എന്തൊക്കെ കാരണങ്ങളാണ് ആ ഒരു ആനുവൽ സിസ്റ്റം കൊണ്ടുവന്നുകൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളാണെന്ന് പറയുന്നത്? മോർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ കാൻഡിഡേറ്റ്സ്, ഓപ്പർച്യൂണിറ്റി ടു ദോസ് ബിക്കമിങ് എലിജിബിൾ എവറി ഇയർ, സർട്ടണിറ്റി ഓഫ് എക്സാം, ഫാസ്റ്റർ റിക്രൂട്ട്മെന്റ് പ്രോസസ്, ട്രെയിനിങ് ആൻഡ് അപ്പോയിൻമെന്റ്സ്. അപ്പം ഈ ഒരു പ്രോസസ്സുകൾ വളരെ സ്മൂത്തറാക്കാനും നിങ്ങൾക്ക് സർട്ടൺ ആയിട്ട് പരീക്ഷ എന്ന് നടക്കുമെന്ന് അറിയാനും നിങ്ങൾക്ക് അതിനനുസരിച്ച് തയ്യാറെടുപ്പുകളൊക്കെ നടത്താനും വേണ്ടി കൂടുതൽ ഈസിയർ ആയിട്ടുള്ള ഒരു മെത്തേഡിലൂടെ റിക്രൂട്ട്മെന്റ് നടക്കാൻ വേണ്ടിയാണ് അവരിങ്ങനെ ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. മാത്രമല്ല ഇപ്പോൾ വിളിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻസിനെ പറ്റി പറയുന്നുണ്ട്. കഴിഞ്ഞ ജനുവരി മുതൽ ഡിസംബർ വരെ വിളിച്ച നോട്ടിഫിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽ പറയുന്നുണ്ട്. അതിനകത്ത് NTPC, RPF, ടെക്നീഷ്യൻ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, ജൂനിയർ എഞ്ചിനീയർ, ഇങ്ങനെ ഡിഫറെൻറ്റ് പോസ്റ്റുകൾ വിളിച്ച കാര്യമെല്ലാം അവർ പറയുന്നുണ്ട്. ഈ ഓരോ എക്സാംസിനും എത്ര കാൻഡിഡേറ്റ്സ് ആണ് അപ്പിയർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നത്. എത്ര കാൻഡിഡേറ്റ്സ്, അതായത് ഫസ്റ്റ് സ്റ്റേജ് CBT ALPയുടെ 18,799 വേക്കൻസിയുള്ള ഫസ്റ്റ് സ്റ്റേജ് എക്സാമിന് അപ്പിയർ ചെയ്ത കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണമാണ് 18,40,347. അതുപോലെ RPF SI പോസ്റ്റിൽ 15,30,000. ഫസ്റ്റ് സ്റ്റേജ് CBT ഫോർ JE DMS CMI ഇതിൽ വരുന്നത് 11,01,266. പിന്നീട് CBT ഫോർ ടെക്നീഷ്യൻ 22,83,812. ഇത്രയും നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് പല സിറ്റികളിലായിട്ട്, സെൻറ്ററുകളിലായിട്ട്, പല ദിവസങ്ങളിലായിട്ട്, പല ഷിഫ്റ്റുകളിലായിട്ട് പരീക്ഷ എഴുതി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ച് വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. റെയിൽവേ ഒരു ഇയർലി സിസ്റ്റത്തിലേക്ക് വരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാം. മാത്രമല്ല എല്ലാ വർഷങ്ങളും 2024 റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന പോലെ 2025 ഇതേ പരീക്ഷകളുടെ തന്നെ വീണ്ടും റിക്രൂട്ട്മെൻറ്റ് നടക്കുമെന്നൊരു ഇൻഫർമേഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് ജെന്യൂൻ സോഴ്സിൽ നിന്ന് തന്നെ അറിയുന്നു. ഇനിയും ഗ്രൂപ്പ് ഡി അപ്ലിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ട്രൈ ചെയ്യുക. ഇത് സർവർ റിലേറ്റഡ് ആയിട്ട് സംഭവിച്ച ഇഷ്യൂ ആണെന്നാണ് പറയുന്നത്. അത് എപ്പോഴും അങ്ങനെ ആയിരിക്കത്തില്ല. ചില സമയങ്ങളിൽ നിങ്ങൾ ഒന്നുകൂടെ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. ചിലപ്പം വേറെ ഏതെങ്കിലും സ്റ്റേജിൽ നിങ്ങൾ സ്റ്റക്ക് ആവാനും സാധ്യതയുണ്ട്. അപ്പം നിങ്ങളിപ്പോൾ ചെയ്യാനുള്ളത്, നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഈ പരീക്ഷ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ട്രൈ ചെയ്യുക, മൾട്ടിപ്പിൾ ടൈംസ് ട്രൈ ചെയ്ത് നോക്കുക, വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വെച്ചുകൊണ്ട് വീണ്ടും, അതായത് കൂടുതൽ ട്രാഫിക് ഇല്ലാതിരിക്കുന്ന സമയങ്ങളിൽ, കാരണം നമുക്കറിയാം വൈകുന്നേര സമയങ്ങളിലാണ് ട്രാഫിക് ഭയങ്കരമായിട്ട് കൂടുന്നത്, ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്യാൻ സാധ്യതയുള്ളത്. അങ്ങനെ അല്ലാത്ത സമയത്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏർലി മോർണിംഗോ രാവിലെയൊക്കെ ആയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ സ്റ്റേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സുകൾ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. മാത്രമല്ല ഇങ്ങനെ ഇത്രയും പേർക്ക്, ഒരുപാട് പേർക്ക് ആക്ച്വലി ഈ ഒരു ആപ്ലിക്കേഷൻ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, സ്റ്റക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് പ്രതീക്ഷിക്കാം. കാരണം ഒരുപാട് പേർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇനിയും ആപ്ലിക്കേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. മാത്രമല്ല നിങ്ങൾ RRB ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ദിശ അക്കാഡമിയുടെ RRB ഗ്രൂപ്പ് ഡിയുടെ കോഴ്സ് അവൈലബിൾ ആണ്, ഓൺലൈൻ കോഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓഫ്ലൈൻ സെൻറ്റേഴ്സിലും കോഴ്സ് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.